നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം എടുത്ത ശേഷം ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ആ സമയത്ത് വേറൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്റെ ജീവിതം എങ്ങനെയാകുമായിരുന്നുവെന്ന്? ഒരുപക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കരുതിയതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒന്നാകാം. ഈ പ്രപഞ്ചത്തിനപ്പുറത്ത് നമ്മളെപ്പോലെയുള്ള മറ്റൊരു ലോകവും നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു നമ്മളും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സയൻസ് ഫിക്ഷനിലെ കഥയല്ല, മറിച്ച് ശാസ്ത്രലോകം ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്ററിയായ പാരലൽ യൂണിവേഴ്സ് അഥവാ സമാന്തര പ്രപഞ്ചങ്ങളെ കുറിച്ചാണ്. എന്താണ് ഈ പാരലൽ യൂണിവേഴ്സ്? നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം മാത്രമാണ് ഉള്ളതെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ആധുനിക ഭൗതിക ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം പോലെ അനവധി പ്രപഞ്ചങ്ങൾ ഒരു വലിയ സോപ്പ് കുമ്പളക്കൂട്ടം പോലെ നിലനിൽക്കുന്നുണ്ടെന്നാണ്. ഇതിൽ ഏറ്റവും വിചിത്രമായ സിദ്ധാന്തമാണ് ഇൻഫിനിറ്റ് ഡോപ്പിൾഗാംഗേഴ്സ്. അതായത് സ്പേസ് അനന്തമാണെങ്കിൽ ഗണിതശാസ്ത്രപരമായ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അതേ സാഹചര്യങ്ങൾ മറ്റൊരു പ്രപഞ്ചത്തിലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മളെപ്പോലെ മറ്റൊരു വ്യക്തി അതേ പേരിൽ അതേ രൂപത്തിൽ പക്ഷെ നമ്മളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ടാകാം. ക്വാണ്ടം ലോകത്തെ വിചിത്ര സത്യം, മെനി വേർഡ്സ് തിയറി. ഈ ആശയത്തിന് ശാസ്ത്രീയ അടിത്തറ നൽകിയത് ഹ്യൂ എവററ്റ് എന്ന ഫിസിസ്റ്റാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച മെനി വേർഡ്സ് ഇന്റർപ്രിട്ടേഷൻ സിദ്ധാന്തത്തിൽ പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ ചെറിയൊരു തീരുമാനം എടുക്കുമ്പോൾ പോലും, ഉദാഹരണത്തിന് ഇന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു, ആ പ്രപഞ്ചം രണ്ടായി പിളരുന്നു എന്നാണ്. ഒരു പ്രപഞ്ചത്തിൽ നിങ്ങൾ ആ വഴിയിലൂടെ പോയി, എന്നാൽ മറ്റൊരു പ്രപഞ്ചത്തിൽ നിങ്ങൾ വേറൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും ഓരോ പുതിയ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ടേല എഫക്റ്റും ഡയമെൻഷണൽ ചോർച്ചയും. ഇനി മറ്റൊരു രസകരമായ ചോദ്യം, നമ്മളിൽ പലർക്കും ചില കാര്യങ്ങൾ വളരെ കൃത്യമായ ഓർമ്മയുണ്ടാകും. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഉണ്ടാകില്ല. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ മണ്ടേല എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ പാരലൽ യൂണിവേഴ്സ് വിശ്വസിക്കുന്നവർ പറയുന്നത് വേറൊരു കാര്യമാണ്. അതായത് ഈ സമാന്തര പ്രപഞ്ചങ്ങൾ തമ്മിൽ ചിലപ്പോഴൊക്കെ വളരെ അടുത്തേക്ക് വരികയോ ചെറിയ രീതിയിൽ കൂട്ടിമുട്ടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഓർമ്മകളിലേക്ക് മറ്റൊരു പ്രപഞ്ചത്തിലെ വിവരങ്ങൾ ചേർന്നു പോകുന്നതാണ് ഇത്. ഇതൊരു വെറും ഓർമ്മപ്പിഴവാണോ അതോ ഡയമെൻഷനുകൾ തമ്മിലുള്ള മാറ്റമാണോ എന്ന് ഇന്നും തർക്ക വിഷയമാണ്. ശാസ്ത്രജ്ഞർ ബഹിരാകാശത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്ത് അതിശയിപ്പിക്കുന്ന വിധത്തിൽ താപനില കുറഞ്ഞ വലിയൊരു ശൂന്യത കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ കോൾഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നു. ചില ആസ്ട്രോഫിസിസ്റ്റുകൾ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന് അപ്പുറമുള്ള വേറൊരു പ്രപഞ്ചം പണ്ടെന്നോ നമ്മുടെ പ്രപഞ്ചവുമായി കൂട്ടിമുട്ടിയതിന്റെയോ ഉരസിയതിന്റെയോ ബാക്കി പത്രമാണ് ഈ തണുത്ത പ്രദേശമെന്നാണ്. അതായത് മൾട്ടിവേഴ്സ് യാഥാർത്ഥ്യമാണെന്നതിന്റെ ആദ്യത്തെ ഭൗതിക തെളിവ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ലോകം മാത്രമാണ് അവസാന വാക്ക് എന്ന് കരുതാൻ കഴിയില്ല. നമുക്ക് ചുറ്റും നമ്മുടെ തൊട്ടടുത്ത ഡയമെൻഷനുകളിൽ മറ്റൊരു ലോകം ഒളിഞ്ഞിരിപ്പുണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് സമാനമായ മറ്റൊരു നിങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.